Hi friends, welcome to the grammatical section of the question tag. What means question tag or tag question? എന്താണ് question tag അഥവാ tag question? A statement followed by a mini question. ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം വരുന്ന ഒരു ചോദ്യ ശകലമാണ് ക്വസ്റ്റ്യൻ ടാഗ്. അതായത് ഒരു പ്രസ്താവനയ്ക്ക് ശേഷം വരുന്ന ഒരു ചെറിയ ചോദ്യം. വി യൂസ് ടാഗ് ക്വസ്റ്റ്യൻ ടു ആസ്ക് കൺഫർമേഷൻ. ഒരു പ്രസ്താവന ഉറപ്പുവരുത്താൻ വേണ്ടി, കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, യു ആർ എ സ്റ്റുഡൻറ്റ്, ആറൻറ്റ് യു? ഇവിടെ ആറൻറ്റ് യു എന്ന ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ്. നീ ഒരു വിദ്യാർത്ഥിയാകുന്നു അല്ലേ? അപ്പോൾ അല്ലേ എന്ന ഈ ഭാഗം, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഹൗ ടു ആഡ് ക്വസ്റ്റ്യൻ ടാഗ്? തന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കുന്നത്? ആദ്യമായി, ചെക്ക് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. തന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് അഥവാ പോസിറ്റീവ് ആണെന്ന് തീരുമാനിക്കുക. എ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഫോളോഡ് ബൈ എ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഫോളോഡ് ബൈ എ പോസിറ്റീവ് ടാഗ്. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് എപ്പോഴും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് പോസിറ്റീവ് ടാഗുമായിരിക്കും ഉപയോഗിക്കുക. The tense of the tag is determined by the tense of the auxiliary verb. ടാഗിൻ്റെ ടെൻസ് തീരുമാനിക്കുന്നത് ഓക്സിലറി വെർബിൻ്റെ ടെൻസ് അടിസ്ഥാനമാക്കിയായിരിക്കും. എക്സാമ്പിൾസ്: ഹി ഈസ് റീഡിങ് എ സ്റ്റോറി, ഈസ്ന്റ് ഹി? ഇവിടെ പ്രസൻറ്റ് ടെൻസാണ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യണം. ഈസിൻറ്റ് ഹി? ദേ ഹാവിൻറ്റ് കം, ഹാവ് ദേ? ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്. അതേപോലെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ പോസിറ്റീവ് ടാഗ് ഹാവ് ദേ. ഹൗ ടു ഫോം ടാഗ്? എങ്ങനെയാണ് തന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്നത്? പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. ഫൈൻഡ് ഔട്ട് ഓക്സിലറി വെർബ്. തന്ന സ്റ്റേറ്റ്മെൻറ്റിലെ ഓക്സിലറി വെർബ് കണ്ടെത്തുക എന്നതാണ് ആദ്യ പടി. ചേഞ്ച് ഇറ്റ് ഇൻടു പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതിനുശേഷം അത് പോസിറ്റീവ് അഥവാ നെഗറ്റീവ് ആയി മാറ്റുക. അതായത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗും, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗും ചേർക്കുക. 3. പുട്ട് ദ പ്രൊനൗൺ ആഫ്റ്റർ ദി ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബിന് ശേഷം പ്രൊനൗൺ ചേർക്കുക. പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക് ആഫ്റ്റർ ദി പ്രൊനൗൺ. പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക് ആഫ്റ്റർ ദ പ്രൊനൗൺ. പ്രൊനൗണിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, their prayers are in thee. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വേർബ് ആർ, ആദ്യം ഓക്സിലറി വേർബ് കണ്ടെത്തി ആർ, അതിൻ്റെ നെഗറ്റീവ് ഫോമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ആറിൻറ്റ്. പ്രൊനൗൺ ദേ, അപ്പോൾ ആറിൻ ദേ ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ മെയിൻ ക്ലോസിൻ്റെ ശേഷം ഒരു കോമ ഇട്ട് വേർതിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്നതിന് നമുക്ക് ഓക്സിലറി വേർബ്സ് എന്തെന്ന് അറിഞ്ഞിരിക്കണം. പ്രധാനമായും 24 ഓക്സിലറി വേർബ്സാണ് ഉപയോഗിക്കുന്നത്. അവ പ്രൈമറി ഓക്സിലറി, മോഡൽ ഓക്സിലറി എന്നീ 2 വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അവ ഏതെന്ന് നോക്കാം. പ്രൈമറി ഓക്സിലറിയിലെ ബി ഫാമിലിയിൽ ആം, ഈസ്, ആർ, വാസ്, വർ
ഡു ഫാമിലിയിൽ ഡു, ഡസ്, ഡിഡ്. ഹാവ് ഫാമിലി ഹാവ്, ഹാസ്, ഹാഡ്. മോഡൽ ഓക്സിലറിയിൽ വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഓട്ട് ടു, നീഡ്, ഡെയർ എന്നിവയാണ് പ്രധാനപ്പെട്ട ഓക്സിലറി വേർബ്സ്. അടുത്തതായിട്ട് ഈ ഓക്സിലറി വേർബ്സിൻ്റെ നെഗറ്റീവ് ഫോംസ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആറിൻറ്റ്, ഈസിൻറ്റ്, ആറിൻറ്റ്, വാസിൻറ്റ്, വേറിൻറ്റ്, ഹസിൻറ്റ്, ഹാവിൻറ്റ്, ഹാഡിൻറ്റ്, ഷാൻറ്റ്, വോണ്ട്, കാൻറ്റ്, കുഡിൻറ്റ്, മെയിൻറ്റ്, മൈറ്റിൻറ്റ്, ഷുഡിൻറ്റ്, വുഡിൻറ്റ്, മസിൻറ്റ്, ഡോണ്ട്, ഡസിൻറ്റ്, ഡിഡിൻറ്റ്, നീഡിൻറ്റ്, ഡെയറിൻറ്റ്, ഡിഡിൻറ്റ്, ഓട്ടിൻറ്റ് എന്നിവയാണ് പ്രധാനമായ നെഗറ്റീവ് ഫോംസ്. ഓക്സിലറി വേർബ്സിൻ്റെ നെഗറ്റീവ് ഫോംസ് ആണിത്. ഇതിൽ ആം പ്ലസ് നോട്ട്, ആറിൻറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്വസ്റ്റ്യൻ ടാഗിൽ ആം ആണ് വരുന്നതെങ്കിൽ ആറിൻറ്റ് ആണ് ക്വസ്റ്റ്യൻ ടാഗ്. ആം പ്ലസ് നോട്ട്, ആറിൻറ്റ്. അതേപോലെ വിൽ പ്ലസ് നോട്ട്, വോണ്ട്. ഷാൾ പ്ലസ് നോട്ട്, ഷാൻറ്റ്. യൂസ്ഡ് പ്ലസ് നോട്ട്, ഡിഡിൻറ്റ്. അടുത്തതായിട്ട് പ്രൊനൗൺ. ക്വസ്റ്റ്യൻ ടാഗിന് അവസാനം ചേർക്കുന്ന പ്രൊനൗണിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ഐ, വി. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ യു. തേർഡ് പേഴ്സൺ പ്രൊനൗൺ ഹി, ഷീ, ദേ, ഇറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രൊനൗൺസ്. എക്സാമ്പിൾസ്: യു ആർ സാൻഡ്ര, ആറൻറ്റ് യു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ ഓക്സിലറി വേർബ്സ് കണ്ടെത്തുക എന്നതാണ്. ഇവിടെ ആർ ആണ് ഓക്സിലറി വേർബ്സ്. അതുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ് ഫോംസ് ആറൻറ്റ് യു ഇതായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. പ്രൊനൗൺ യു, ആറൻറ്റ് യു ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പോൾ മെയിൻ ക്ലോസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കോമയിട്ട് വേർതിരിച്ച് ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുക, ആറൻറ്റ് യു. നെക്സ്റ്റ്, വേഡു ആൻഡ് ഗ്രീഷ്മ ഹാവിൻ്റെ ഹൗസ്, ഹാവ് ദേ. ഇവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ പോസിറ്റീവ് ടാഗ് ആഡ് ചെയ്യണം. ഹാവിൻ്റെ പോസിറ്റീവ് ടാഗ് ഹാവ് ദേ. അപ്പോൾ ഇവിടെ പ്രൊനൗൺ വേഡു ആൻഡ് രേഷ്മ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഒന്നിലധികം പേരുണ്ട്, ദേ എന്നായിരിക്കും പ്രൊനൗൺ, ഹാവ് ദേ. നെക്സ്റ്റ്, യുവർ മദർ ഈസ് എ ഹൗസ് വൈഫ്, ഇസ്ൻറ്റ് ഷീ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് ടാഗ് ആഡ് ചെയ്യണം. അപ്പം ഓക്സിലറി വേർബ്സ് ഈസ് ആണ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോം ഇസ്ൻറ്റ് ഷീ. യുവർ മദർ ആണ് ഇവിടെ സബ്ജക്റ്റ്, അതായത് സിംഗുലർ സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് നമ്മൾ യുവർ മദറിൻ്റെ പ്രൊനൗൺ ഷീ എന്ന് ചേർക്കുക. നെക്സ്റ്റ്, ഐ ആം ആൻ എൻജിനീയർ, ആറൻറ്റ് ഐ. ഞാൻ നേരത്തെ പറഞ്ഞു ആം വരുമ്പോൾ ആറൻറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക, ആറൻറ്റ് ഐ. ഐ ആം ആൻ എൻജിനീയർ, ആറൻറ്റ് ഐ. ഐ ആം നോട്ട് എ സിംഗർ, ആം ഐ. ഇവിടെ ഐ ആം നോട്ട് എ സിംഗർ എന്നുള്ളത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ടാഗാണ് ആഡ് ചെയ്യേണ്ടത്, ആം ഐ. അവിടെ ആർ ഐ ചേർക്കേണ്ട, ആം ഐ. യു നീഡിൻറ്റ് ക്രൈ, നീഡ് യു. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ഓക്സിലറി വേർബ്സ് നീഡിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഫോം നീഡ്, നീഡ് യു. ദ ലയൺ ഈസ് എ ക്രൂവൽ ആനിമൽ, ഈസ്ൻറ്റ് ഇറ്റ്. ഇവിടെ ഓക്സിലറി വേർബ് ഈസ് ആണ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോം ഈസ്ൻറ്റ്. പ്രൊനൗൺ സബ്ജക്റ്റ് നോക്കണം ആദ്യം. ദ ലയൺ ആണ്, ഒരു മൃഗം. അതുകൊണ്ട് ഇറ്റ് ആണ് അവിടെ പ്രൊനൗൺ ആയിട്ട് ചേർക്കുക, ഈസ്ൻറ്റ് ഇറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. നെക്സ്റ്റ്, ഡു, ഡസ്, ഡിഡ് എന്നീ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. യുവർ ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക്, ഡസൻറ്റ് ഹീ. ഇവിടെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഓക്സിലറി വേർബ്സ് കണ്ടെത്താൻ പ്രയാസമായിരിക്കും. എന്നാൽ തന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടെൻസ് നോക്കിയാണ് നമ്മൾ അവിടെ ഓക്സിലറി വേർബ്സ് തീരുമാനിക്കുന്നത്. ഡു, ഡസ്, ഡിഡ് എന്നിവയിൽ അനുയോജ്യമായ തിരഞ്ഞെടുക്കണം. യുവർ ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക്, ഡസൻറ്റ് ഹീ
ഇവിടെ വർക്ക്സ് ആണ്. അപ്പോൾ ഡസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. വർക്ക്സ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇപ്പോൾ വർക്ക്സ് എന്നതിൻ്റെ ഫോം ഡസ് പ്ലസ് വർക്ക്. അപ്പോൾ ഡസിൻറ്റ് ഹി, ക്വസ്റ്റ്യൻ ടാഗ് ഡസിൻറ്റ് ഹി. അപ്പോൾ യുവർ ഫാദർ ആണ് സബ്ജക്റ്റ്. യുവർ ഫാദർ എന്നുള്ളത് ഏകവചനം പുല്ലിംഗം, അതുകൊണ്ട് പ്രൊനൗൺ ഹി. ഡസിൻറ്റ് ഹി ക്വസ്റ്റ്യൻ ടാഗ്. 2 വി വേക്കപ്പ് അറ്റ് 5 o'clock. ഡോണ്ട് വി. വേക്കപ്പ് എന്നുള്ളത് ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് അതിൻ്റെ വേക്കപ്പ് എന്നുള്ളത് ഡു ആണ് ഉപയോഗിക്കുന്നത്. ഓക്സിലറി ഡോണ്ട് വി. നെക്സ്റ്റ് യു ക്യാൻ ഡു ഹോംവർക്ക്. ഇവിടെ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട് ക്യാൻറ്റ്, അതുകൊണ്ട് ക്യാൻ യു. ദ ഷിപ്പ് റെക്ഡ് യെസ്റ്റർഡേ. ഇവിടെ റെക്ഡ് എന്നുള്ളതാണ് പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ ഡിഡാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ദ ഷിപ്പ് റെക്ഡ് യെസ്റ്റർഡേ ഡിഡിൻറ്റ് ഇറ്റ്. ദ ഷിപ്പാണ് ഒരു വസ്തു ആയതുകൊണ്ട് അവിടെ ഇറ്റ് പ്രൊനൗൺ ഉപയോഗിക്കാം. ഡിഡിൻറ്റ് ഇറ്റ്. നെക്സ്റ്റ് ഷീ സിങ്സ് വെൽ. ഡസൻറ്റ് ഷീ. ബട്ട് സിങ്സ് എന്നുള്ളത് ഫോമാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. സിങ്സ്. അപ്പോൾ ഡസ് പ്ലസ് സിങ് ആണ്. ഡസിൻറ്റ് ഷീ ക്വസ്റ്റ്യൻ ടാഗ്. നെക്സ്റ്റ് വെലാസ്കോ ട്രൈ ടു റോ. ഡിഡിൻറ്റ് ഹീ. ട്രൈഡ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. പാസ്റ്റ് ടെൻസ് ആണ്, അപ്പോൾ ഡിഡാണ് ഉപയോഗിക്കേണ്ടത്. ഡിഡിൻ്റെ നെഗറ്റീവ് ഫോം ഉപയോഗിക്കണം. ഡിഡിൻറ്റ് ഹീ. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഡിൻറ്റ് ഹീ. ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഡിഡിൻറ്റ് ഹീ. വെലാസ്കോ ആണ് സബ്ജക്റ്റ്. അത് സിംഗുലർ മസ്കുലിൻ, അതായത് ഏകവചനമാണ്, പുല്ലിംഗമാണ്. പ്രൊനൗൺ ഹീ ഉപയോഗിക്കുക. ഡിഡിൻറ്റ് ഹീ. നെക്സ്റ്റ് രഞ്ജിഫോ ഡിഡിൻറ്റ് റീച്ച് ദ റാഫ്റ്റ്. ഡിഡ് ഹീ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചത് ഡിഡിൻ്റെ ആയതുകൊണ്ട് ഡിഡ് ഹീ. നെഗറ്റീവ് ഫോമാണ്, അപ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കണം. ഡിഡ് ഹീ. രഞ്ജിഫോ ആണ്. രഞ്ജിഫോ എന്നുള്ളത് ഏകവചനം പുല്ലിംഗം, അതുകൊണ്ട് ഹീ പ്രൊനൗൺ ഉപയോഗിക്കുക. ഡിഡ് ഹീ. നെക്സ്റ്റ് റീന കോട്ട് ഇൻ ആൻ ആക്സിഡൻറ്റ്. ഡിഡ്ന്റ് ഷീ. അപ്പോൾ ഇവിടെ കോട്ട് എന്ന വേർബ് പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ഡിഡാണ് ഉപയോഗിക്കേണ്ടത്. ഡിഡിൻറ്റ് ഷീ. ലെറ്റസ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഷാൽ വി ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റസ് സ്റ്റഡി ഷാൽ വി. ലെറ്റസ് ഡ്രോ എ പിക്ചർ ഷാൽ വി. ലെറ്റസ് ഡു ഹാർഡ് വർക്ക് ഷാൽ വി. ലെറ്റസ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ഷാൽ വി. അപ്പോൾ ലെറ്റസ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഷാൽ വി ആണ് ക്വസ്റ്റ്യൻ ടാഗായി വരുന്നത്. ലെറ്റ് തുടക്കത്തിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ലെറ്റ് മീ ടെൽ വിൽ യു ആണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. ലെറ്റ് ഹിം ഡു വിൽ യു. ലെറ്റ് ഹർ ഗോ വിൽ യു. അതായത് ലെറ്റ് തുടക്കത്തിൽ വരുമ്പോൾ വിൽ യു ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ലിറ്റിൽ, ഫ്യൂ, നെവർ, സെൽഡം, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർ, നോബഡി, നൺ ഓഫ് അസ്, നെയ്തർ, എക്സെട്ര തുടങ്ങിയ വാക്കുകൾ വരുമ്പോൾ ഇത് നിഷേധ വാക്കുകളാണ്, അതായത് നെഗറ്റീവ് വാക്കുകളാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ പോസിറ്റീവ് ടാഗ് നമ്മൾ ഉപയോഗിക്കണം. എക്സാമ്പിൾസ് there is little water in the pot. is there. അതായത് പാത്രത്തിൽ തീരെ വെള്ളം ഇല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഈസ് there ആണ് ക്വസ്റ്റ്യൻ ടാഗ്. അതായത് ലിറ്റിൽ വന്നതുകൊണ്ട് നെഗറ്റീവ് ഫോമാണ് ഇവിടെ വരിക. സ്റ്റേറ്റ്മെൻറ്റ് ഒരു നെഗറ്റീവ് ഫോമാണ്, അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത് ഈസ് there. നെക്സ്റ്റ് ബാർക്കിംഗ് ഡോഗ് ഈസ് സെൽഡം ബൈറ്റ്. ഈസ് ഇറ്റ്. അപ്പോൾ ഇവിടെ സെൽഡം വന്നതുകൊണ്ട് ഈസ് ഇറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കേണ്ടത്. സെൽഡം എന്നുള്ളത് നെഗറ്റീവ് ഫോമാണ്, അതുകൊണ്ട് ഇറ്റ് അവിടെ ഉപയോഗിക്കണം. ഈസ് ഇറ്റ്. അടുത്തത് ദേ നെവർ അഗ്രി. ഡു ദേ. നെവർ എന്നുള്ളത് ഒരു നെഗറ്റീവ് ഫോമാണ്, അതായത് നോട്ട് എന്ന അർത്ഥം വരുന്നതാണ്. അതുകൊണ്ട് ഡു ദേ ക്വസ്റ്റ്യൻ ടാഗ് ഡു ദേ. ഹി ഹാർഡ്ലി ഡസ് ഹോം വർക്ക്. ഡസ് ഹി. ഹാർഡ്ലി വന്നതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഡസ് ഹി. നോബഡി കെയിം. ഡിഡ് ദേ. നോബഡി കെയിം. ഡിഡ് ദേ. നൺ ഓഫ് us have attended. have we. നൺ ഓഫ് us വന്നതുകൊണ്ട് have we. have auxiliary verb have we. നെക്സ്റ്റ് ഇംപെറേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ വിൽ യു അഥവാ വോണ്ട് യു ഉപയോഗിക്കാം. മൂവ് എ ബിറ്റ്. വിൽ യു വോണ്ട് യു. ഓപ്പൺ ദ ഡോർ. വിൽ യു വോണ്ട് യു. ഷട്ട് ദ വിൻഡോ. വിൽ യു വോണ്ട് യു. ഡോണ്ട് ഓപ്പൺ ദ വിൻഡോ. വിൽ യു. അതായത് നെഗറ്റീവ് ഇംപെറേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ വിൽ യു ഉപയോഗിക്കുക.
പോസിറ്റീവ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ വിൽ യു, വോണ്ട് യു, ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഡോണ്ട് ഫോൾ ദ ഫയൽ, വിൽ യു. ഇത് നെഗറ്റീവ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്, വിൽ യു. അടുത്തത് ഷട്ട് അപ്പ് യുവർ മൗത്ത്, ക്യാൻ യു. അതായത് ഇറിറ്റേഷൻ, ദേഷ്യം പെട്ട് പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നമുക്ക് ക്യാൻ യു ഉപയോഗിക്കാം. കീപ് ക്വയറ്റ്, ക്യാൻ യു. അടുത്തതായിട്ടുള്ള എക്സസൈസ് 1. ഈ എക്സസൈസ് ഞാൻ ചെയ്തു തരാം, അടുത്തത് നിങ്ങൾ സ്വന്തം ചെയ്യുക. ഐ ആം എ ഡോക്ടർ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, അപ്പോൾ നെഗറ്റീവ് ടാഗ് വേണം. ഓക്സിലറി വെർബ് ആം ആണ്. ആം വരുമ്പോൾ ആറിൻ്റെ ഉപയോഗിക്കണം. R/I ആണ് ക്വസ്റ്റ്യൻ ടാഗ്. യു മസ്റ്റ് അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. ഇവിടെ മസ്റ്റ് ആണ് ഓക്സിലറി വെർബ്, അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോം മസ്റ്റ്ൻറ്റ് യു ക്വസ്റ്റ്യൻ ടാഗ്. 3. ഹി വാസ് നോട്ട് ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. അപ്പോൾ ഇവിടെ വാസ് നോട്ട്, അതായത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അപ്പോൾ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കണം. വാസ് ഹി. 4. ഹി പെയിൻറ്റഡ് എ ഗ്രേറ്റ് മെനി കാറ്റ്സ്. പെയിൻറ്റഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, അപ്പോൾ ഡിഡ് ഉപയോഗിക്കണം. ഡിഡിൻറ്റ് ഹി ക്വസ്റ്റ്യൻ ടാഗ്, ഡിഡിൻറ്റ് ഹി. നെക്സ്റ്റ്, ദ ബോയ്സ് ഷുഡിൻറ്റ് ഒബേ ദ റൂൾസ്. ഷുഡിൻ്റെ ആണ് ഇവിടെ വന്നത്, നെഗറ്റീവ് ഫോമാണ്. അപ്പം പോസിറ്റീവ് ഫോമായ ഷുഡ് ഉപയോഗിക്കുക. ഷുഡ് ദേ, ദ ബോയ്സ് ആണ് സബ്ജക്റ്റ്, ഒന്നിലധികം പേരുണ്ട്, ദേ എന്ന പ്രൊണൗൺ ഉപയോഗിക്കുക. ദർ ഈസ് ലിറ്റിൽ മിൽക്ക് ഇൻ ദ ഗ്ലാസ്. ഇവിടെ ലിറ്റിൽ വന്നത് കൊണ്ട് നമുക്ക് പോസിറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്, ഈസ് ദർ. നെക്സ്റ്റ്, ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ലെറ്റസ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഷാൽ വി ഉപയോഗിക്കണം, ഷാൽ വി. ഷട്ട് ദ വിൻഡോ, ഷട്ട് ദ വിൻഡോ, അതായത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്, വിൽ യു. അടുത്ത എക്സസൈസ് 2 നിങ്ങൾ തനിയെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്.